തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി സർക്കാർ സംവിധാനത്തെ ദുരുപയോഗം ചെയ്തെന്ന് കാണിച്ച് പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനെതിരെ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി UDF. കുടുംബശ്രീയെ ഐസക് ദുരുപയോഗം ചെയ്യുന്നതായാണ് പരാതി. KSDAക്ക് ജീവനക്കാരെയും ഹരിതസേനയെയും വിവരശേഖരണത്തിനായി ഉപയോഗപ്പെടുത്തുകയാണെന്നും UDF ചെയർമാൻ വർഗീസ് മാമ്മൻ കളക്ടർക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. LDF സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിന്റെ മുഖാമുഖം പരിപാടിയിൽ കുടുംബശ്രീ അംഗങ്ങൾ നിർബന്ധമായും പങ്കെടുക്കണമെന്ന കുന്നന്താനം ഗ്രാമപഞ്ചായത്ത് CDS ചെയർപേഴ്സന്റെ ഓഡിയോ സന്ദേശം വിവാദമായിരുന്നു. തോമസ് ഐസക് കുടുംബശ്രീ സംവിധാനത്തെ ദുരുപയോഗം ചെയ്ത് പ്രചരണം നടത്തുന്നതായി UDF ആരോപിക്കുന്നു. കേരള സർക്കാർ സ്ഥാപനമായ KDISCന്റെ ജീവനക്കാരെയും ഹരിതസേനയെയും തോമസ് ഐസക് പ്രചരണത്തിനായി ദുരുപയോഗം ചെയ്യുന്നതായും UDF ആരോപിക്കുന്നു. വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കളക്ടർക്കും UDF ചെയർമാൻ ജോർജ് മാമൻ പരാതി നൽകി. KDISCന്റെ കൺസൾട്ടന്റ് വീടുകൾ കയറി യുവാക്കൾക്ക് ജോലി നൽകുമെന്ന വ്യാജ വാഗ്ദാനം നൽകുകയാണെന്നും പരാതിയിൽ പറയുന്നു. 50,000 പേർക്ക് തൊഴിൽ നൽകുമെന്ന വാഗ്ദാനവുമായി തെരഞ്ഞെടുപ്പിന് വേണ്ടി തോമസ് ഐസക് വിവരശേഖരണം നടത്തുകയാണ്. ഇക്കാര്യം തോമസ് ഐസക് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ തന്നെ സൂചിപ്പിച്ചതായും UDF പറയുന്നു. KDISCിലെ യുവ കൺസൾട്ടന്റുകൾ ഡേറ്റാബേസ് ഉണ്ടാക്കി തെരഞ്ഞെടുപ്പ് പ്രചാരകരായി പ്രവർത്തിക്കുകയാണെന്നും UDFന്റെ പരാതിയിൽ പറയുന്നു. റിപ്പോർട്ടർ, പത്തനംതിട്ട.